ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. കൺപീലി കൊഴിയുന്നത് പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങൾ കൊണ്ട് കൺപീലി കൊഴിയാം. ഐ മേക്കപ്പിൻ്റെ ഉപയോഗം മൂലം, അതായത് ശരിയായ രീതിയിലല്ലാത്ത ഉപയോഗം മൂലവും ചില പ്രൊഡക്റ്റുകളുടെ അലർജി മൂലവും ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ തൈറോയിഡ് രോഗമുള്ളവരിൽ കൺപീലി ധാരാളമായിട്ട് കൊഴിയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടും കൺപീലി കൊഴിയാം. ഇനി പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ലാതെ നാച്ചുറലായിട്ടും കൺപീലികൾ കൊഴിഞ്ഞു പോവാറുണ്ട്. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന കേസ് എന്ന് പറയുന്നത് കീമോതെറാപ്പി ചെയ്യുന്ന വ്യക്തികളിൽ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അവർക്ക് പക്ഷേ മുടി കൊഴിച്ചിലും ഇതോടൊപ്പം തന്നെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും, ആ ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെതാണ് അവർക്കിത് ഉണ്ടായതെന്ന്. പിന്നെ നാച്ചുറലായിട്ടും ഉണ്ടാകാം, അതുകൊണ്ട് യാതൊരു ഭയപ്പെടേണ്ട അവസ്ഥയൊന്നുമല്ല ഇത്. കൺപീലി തഴച്ചു വളരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും നാച്ചുറലായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതാണ്. ആവണക്കെണ്ണ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇയർബഡ് ഉപയോഗിച്ച് ഇയർബഡിലൊന്ന് മുക്കിയ ശേഷം നമ്മുടെ കൺപീലികളുടെ ഭാഗത്ത് ഒന്ന് പുരട്ടുക. അതായത് കണ്ണിൻ്റെ അടിയിലുള്ള ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടുക. അത് ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ദിവസവും ചെയ്യുന്നത് നല്ല കറുപ്പ് നിറത്തിലുള്ള കൺപീലികൾ തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഒത്തിരി പേര് സക്സസ്ഫുള്ളായ ഒരു ടിപ്സാണിത്. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച ശേഷം ആ ഓയിൽ ഇയർബഡിൽ മുക്കി നമുക്ക് ഈ ആവണക്കെണ്ണ യൂസ് ചെയ്തതുപോലെ തന്നെ പുരട്ടാവുന്നതാണ്. പുതിയ കൺപീലി തഴച്ചു വളരാനായിട്ടും ഇതും സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ ഒരു ദിവസം മാത്രമല്ല. ഡെയിലി നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും വ്യത്യാസമുണ്ടാകും. മുടി വളർച്ച ഇൻക്രീസ് ചെയ്യുന്ന എല്ലാത്തരം വൈറ്റമിൻസും കൺപീലി കൊഴിച്ചിലിനും സക്സസ്ഫുള്ളായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് കൺപീലി കൊഴിച്ചിലുള്ളവർ പതിവായിട്ട് ഇത്തരം ഫുഡ്സ് കൂടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺപീലി വളർച്ച പെട്ടെന്ന് തന്നെ കൂടുന്നതായിട്ട് അനുഭവമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയും മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. വൈറ്റമിൻ എ അടങ്ങിയ പാല്, മുട്ട, ക്യാരറ്റ്, പൈനാപ്പിൾ, മാങ്ങ, അതുപോലെ തന്നെ ചീര എന്ന് പറയുമ്പോൾ പച്ചച്ചീരയും ചുവന്ന ചീരയും എന്നിവ ഡെയിലി കഴിക്കുക. ഇനി ഹെയർ ഗ്രോത്ത് കൂട്ടുവാനായിട്ട് സഹായിക്കുന്ന മറ്റൊന്നാണ് വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡ്. ഇതിൻ്റെ കുറവ് ഹെയർ ഗ്രോത്തിനെ മോശമായി ബാധിക്കുന്ന ഒന്നാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഹെയറിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചീസ്, സ്ട്രോബെറി, നട്ട്സ് മുതലായവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ വൈറ്റമിൻ സിയുടെ കേസാണെങ്കിൽ മുരിങ്ങയില, പേരയ്ക്ക, നെല്ലിക്ക, നമ്മുടെ കശുമാങ്ങയുടെ സീസണൊക്കെയാണ്. ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉള്ളതാണ്. അപ്പോൾ അത് ധാരാളമായിട്ട് കഴിക്കുക. എല്ലാത്തരം ഫ്രൂട്ട്സും കഴിക്കുക. കാര്യം ഇപ്പോൾ വേനൽക്കാലമാണ്, അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ആയിരിക്കാം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്. വൈറ്റമിൻ ഇ മുടി വളർച്ച കൂട്ടുന്ന ഒന്നാണ്, നമുക്ക് അറിയാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നത്. കടല, കപ്പലണ്ടി, ധാന്യങ്ങൾ, സാലഡ് ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഡെയിലി നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ്റെ കുറവ് മൂലവും ഐലാഷ് ലോസ് ഉണ്ടാവാറുണ്ട്. ഉഴുന്നടങ്ങിയ ആഹാരം, മുട്ട, മാംസം, ബദാം, ധാന്യങ്ങൾ എന്നിവയൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളവയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ണ് ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഹെൽത്തി ഫുഡ്സ് കഴിക്കുക. തീർച്ചയായും കൺപീലികൾ നോർമൽ ഗ്രോത്തിലേക്ക് വരാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്നവർ വേഗം ഹാപ്പിയായി ഇരിക്കുക. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. തീർച്ചയായും നമുക്ക് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ മടിക്കരുത്. കാര്യം ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായവർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതേക്കുറിച്ചൊന്ന് പറയുക. എൻ്റെ ഫാദറിന് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടേഴ്സ് സർജറി വരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്, പക്ഷേ എന്തോ കാരണം കൊണ്ട് അതൊന്ന് മാറിപ്പോയി. അച്ഛന് ഐയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില പ്രോബ്ലംസും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നാച്ചുറലായിട്ട് തന്നെ കൺപീലികൾ വളർന്നു തുടങ്ങി. അപ്പോൾ മറ്റു പ്രോബ്ലംസും മാറി. അതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് ഷെയർ ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.